ഹലോ, ഇതൊരു സ്റ്റിച്ചിങ് വ്ളോഗ് ഒന്നല്ല കേട്ടോ. എന്നാലും ഒരു ചെറിയൊരു മോഡൽ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു മോഡൽ എനിക്ക് കിട്ടിയത് എവിടുന്നാന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാലും അങ്ങനെ ഈ ഒരു മെറ്റീരിയൽ ഞാൻ കഴിഞ്ഞ ദിവസം മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതായിരുന്നു കേട്ടോ. ഒരു 4 കോംബോ ഓഫറിൽ ഒരു 4 പീസ് കിട്ടതായിരുന്നു. അതിൽ 3ാമത്തെ പീസാണ് ഇത്. അപ്പോൾ കയ്യിൽ മെറ്റീരിയൽ വെച്ചിട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യാതിരിക്കുമ്പോണ്ടല്ലോ വല്ലാണ്ട് കൈ ഇരിച്ചിലെടുക്കുന്ന പോലെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഈ ഒരു തുണി വെച്ചിട്ട് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഒരു മോഡൽ ചെയ്യാന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാനിങ്ങനെ ടി വിയിൽ ഇങ്ങനെ നമ്മുടെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഗ്രാമഫോൺ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ, നമ്മുടെ മീര ജാസ്മിനൊക്കെ ഇട്ട്. അപ്പോൾ അതിലെ മീര ജാസ്മിൻ ഇട്ടിട്ടുള്ള ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിലെല്ലാ ഡ്രസ്സും അടിപൊളിയാണ് കേട്ടോ. കോസ്റ്റ്യൂം അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നല്ല അടിപൊളി ഫ്രോക്കും അനാർക്കലി ടൈപ്പ് ഡ്രസ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഡ്രസ്സാണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിലൊരു പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ടുള്ളൊരു ടോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേ മോഡൽ തന്നെ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കാന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും തുണി സ്റ്റിച്ച് ചെയ്യുമ്പോഴേ ഇതേപോലെ തുണി വളരെ സേഫ് ആക്കിക്കൊണ്ടേ ഞാൻ സ്റ്റിച്ച് ചെയ്യുള്ളൂ, കട്ട് ചെയ്തെടുക്കുള്ളൂ. കാരണം എൻ്റെ അളവിന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഇതേപോലെ മെറ്റീരിയൽ കട്ട് ചെയ്യാൻ നിൽക്കുക കേട്ടോ. അത് ആ കുറച്ച് ഭാഗം നല്ല രീതിയിൽ കിട്ടിയെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എടുക്കാം, ഡിസൈൻ ചെയ്യുമ്പോൾ കൊടുക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടൊന്നല്ല ചെയ്യണത്. ഞാൻ ജസ്റ്റ് ആ ഒരു മോഡൽ മാത്രം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അത് കണ്ട് ഇഷ്ടപ്പെട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അങ്ങനെ ഞാൻ തുണി ഇതുപോലെ മടക്കിച്ചു. പക്ഷേ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ അവർക്ക് അധികം ബാലൻസ് വന്നിട്ടില്ല കേട്ടോ. കാരണം 2 മീറ്റർ തുണിയേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഓൾറെഡി നല്ല ഹൈറ്റുള്ള ഒരാളാണ്. എനിക്ക് 43 ഇഞ്ചിൽ ടോപ്പ് വേണം. എന്നാൽ മാത്രമേ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇല്ല എങ്കിലും മുട്ടിനടുത്തവരൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല കാണാൻ. അപ്പം ഞാൻ എപ്പോഴും ഹൈറ്റ് കുറച്ച് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ടോപ്പൊക്കെ അറിയാമല്ലോ, നല്ല ലെങ്തി ആയിട്ടുള്ള ടോപ്പ് ഇട്ടാൽ മാത്രമേ കാണാനൊരു ഭംഗി കിട്ടുള്ളൂ. അത് മാത്രമല്ല ഞാൻ അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഫുൾ സ്ലീവ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ തുണി വേണം. ഞാൻ ഫുൾ സ്ലീവിന് ലെങ്ത്ത് എടുക്കാറ് 25ഒക്കെയാണ് കേട്ടോ. അതായത് അത്രയും ലെങ്ത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ താഴത്തെ ഭാഗം കുറച്ചിങ്ങനെ ചുരുങ്ങിയൊക്കെ നിൽക്കുള്ളൂ. അപ്പോൾ എനിക്ക് അത്രയും തുണി എനിക്ക് ആവശ്യമാണ്. അപ്പോൾ പിന്നെ 2 മീറ്റർ ഞാൻ കട്ട് ചെയ്ത് വന്നപ്പോഴേക്കും ഞാൻ എങ്ങനെ സേഫ് ആക്കിക്കൊണ്ട് കട്ട് ചെയ്തപ്പോഴും എനിക്ക് അത്രയ്ക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഞാൻ അർജൻറ്റായിട്ട് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത ദിവസം എൻ്റെ മോളുടെ സ്കൂളിൽ ആനുവൽ ഡേ ആണ്. അപ്പോൾ അവൾ സ്കൂളിൽ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോകുമ്പോൾ മിക്ക വീട്ടിലുള്ളത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല. അവൾ സ്കൂളിൽ പാരൻസ് മീറ്റിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യത്തിനോ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഞാൻ ഏത് ഡ്രസ്സ് ഇട്ടിട്ട് പോകണം, മുടി എങ്ങനെയൊക്കെ കെട്ടണം, ഞാൻ എങ്ങനെയൊക്കെ നടക്കണം എന്നുള്ള കാര്യം വരെ എനിക്ക് ഇൻസ്ട്രക്ഷൻ തന്നിട്ട് അവൾ സ്കൂളിലേക്ക് പോകുള്ളൂ. അങ്ങനെ അതെന്താണെന്നറിയില്ല, അത് അങ്ങനെയാണ് കേട്ടോ. അമ്മ ഇന്ന ഡ്രസ്സ് ഇട്ടിട്ട് വന്നാൽ മതി, അമ്മ ആ ടോപ്പ് ഇട്ടിട്ട് വന്നാൽ മതി, അങ്ങനെ പറയാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഞാൻ ആദ്യം ഇതൊരു സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ കൂടി ഇട്ടപ്പോൾ ജഗിൻസിൻ്റെ കൂടി ഇട്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പിന്നെ പളാസോൻ്റെ കൂടി ഇട്ടപ്പോൾ അത്യാവശ്യം നല്ല ഭംഗി എനിക്ക് തോന്നി കേട്ടോ. അത് മാത്രമല്ല ഇതിൽ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ദിവസം മുന്നേ വരെ, അതൊരു 2-3 മാസം മുന്നേ വരെ, 2 അല്ല കേട്ടോ, ഒരു 5 മാസം മുന്നേ വരെ അത്യാവശ്യം നല്ല മെലിഞ്ഞിട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നതിനേക്കാളും മെലിഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന പണ്ട് തൊട്ടേ ഞാൻ ശീലിച്ചിട്ടുള്ളൊരു എൻ്റെ ഒരു അളവുണ്ടല്ലോ, അതാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും. അപ്പം ഞാൻ എപ്പോഴും ഡ്രസ്സിൽ മാർക്കിങ് കൊടുക്കുമ്പോൾ ആ അളവ് തന്നെ കൊടുക്കും. അപ്പോൾ ഇതെനിക്ക് കുറച്ച് ടൈറ്റായ പോലെ തോന്നുന്നുണ്ട്. പക്ഷേ എനിക്കത് അഴിച്ചു പണിഞ്ഞിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു നേരമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ അത് കറക്റ്റ് ബോഡി ഷേപ്പിന് കറക്റ്റായിട്ടായിരുന്നു ഈ ഒരു ടോപ്പ് ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ഇതെനിക്ക് കുറച്ച് ടൈറ്റാണ് സംഭവം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് ടൈറ്റായി പോയി എന്നുള്ളത്. സ്ലീവ് അല്ല കേട്ടോ. അപ്പോൾ ഇത് സ്ലീവ് ശ്രദ്ധിച്ചോ, ഇതാണ് നമ്മൾ സ്ലീവ് കേട്ടോ. പഫ് സ്ലീവാണ് കേട്ടോ. അത്യാവശ്യം നല്ല പൊന്തി നല്ല വീതിയൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു പഫ് സ്ലീവ് നമുക്ക് അറിയാലോ, പല ടൈപ്പിലുള്ള പഫ് സ്ലീവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലത്തെ ടോപ്പിന് ഈ ഒരു പഫ് സ്ലീവ് വെച്ചിട്ട് ഫുൾ സ്ലീവൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ജസ്റ്റ് വെറുതെ അതിന് മേച്ചായിട്ടുള്ള കമ്മലൊക്കെ ഒന്ന് ഇട്ട് നോക്കുന്നു, മുടി കെട്ടി നോക്കുന്നു, ഒന്നും പറയണ്ട. എനിക്കിങ്ങനെ ഇതുപോലുള്ള വലിയ കമ്മലൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പുറത്തോട്ട് ഇട്ടിട്ട് പോകാൻ ഭയങ്കര മടിയാണ്. കാരണം ആൾക്കാരെന്തെങ്കിലും പറയുമോ അങ്ങനെയൊക്കെയുള്ളൊരു, ഞാൻ ഇപ്പോഴും അങ്ങനെ ആ ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആ ഒരു ഇങ്ങനെ ഇത്ര വലിയ കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും മുഖത്ത് അധികം കുറേ സമയം ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരുമാതിരിയാകും. അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു കമ്മൽ ഇതിന് മാച്ചായിരുന്നു. പക്ഷേ എനിക്ക് അത്യാവശ്യം വലിപ്പമാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അത് മാറ്റി വേറെ ഇട്ടു. പിന്നെ ഒരു ഷാളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കൂടെ. ഷാളൊക്കെ ഏതോ ഷാളാണ്, ഞാൻ ജസ്റ്റ് വെറുതെ ഇട്ടപ്പോൾ ഒരു ഭംഗി തോന്നി, അതുകൊണ്ട് അതങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. അങ്ങനെ ഞാനിത് നമ്മുടെ ബസ് സ്റ്റാൻഡ് തൊട്ട് ഞാൻ ഒറ്റക്കാണ് കേട്ടോ പോണത്. ഇവിടുന്ന് പിന്നെ എനിക്ക് അറവ് കൂട്ടിനുള്ളത്, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാ സ്ഥലത്തും പോവാറ് കേട്ടോ. ഒറ്റ പ്രശ്നമുള്ളൂ, ബസ്സിൻ്റെ ബോർഡ് വായിക്കാൻ തമിഴ് അത്ര വശമില്ല. തമിഴ് സംസാരിക്കുന്നല്ലാതെ ഇങ്ങനെ ടൗൺ ബസ്സിലൊന്നും ഒറ്റ ഇംഗ്ലീഷിൽ ഇവർ ബോർഡ് എഴുതില്ല, എല്ലാം തമിഴിലായിരിക്കും ബോർഡ് എഴുതുക ടൗൺ ബസ്സിൽ കേട്ടോ.
അപ്പോൾ അതായത് ടൗൺ ബസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇങ്ങനെ നമ്മുടെ ഇവിടെയുള്ള ഒരു ഏരിയയിൽ മാത്രം കറങ്ങുന്ന ഒരു ഇതാണ്. നമ്മളെ കോയമ്പത്തൂരോട്ട് അങ്ങനെ പോകുന്ന ലിമിറ്റഡ് സ്റ്റോപ്പുള്ള അങ്ങനെയുള്ള ബസ്സല്ല. അതിൽ കോവയിൽ നിന്നൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകും ഇംഗ്ലീഷിലൊക്കെ. പക്ഷേ ടൗൺ ബസ്സിൽ ഫുള്ള് തമിഴ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓരോ ബസ് ഇങ്ങനെ വരുമ്പോഴും കണ്ടക്ടറോട് ചോദിക്കും ഇന്ന വഴി പോകുമെന്ന്. അങ്ങനെ ചോദിച്ചൊക്കെയാണ് കയറുന്നത്. ഇപ്പോൾ 2 ബസ്സൊക്കെ മാറി കയറേണ്ടി വരും മിഡിൽ സ്കൂളിലെത്താൻ. അപ്പം ഞാനിവിടെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു 4 മണി എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാനായിരിക്കും ആദ്യം എത്തുക. നോക്കുമ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഫുൾ കംപ്ലീറ്റ് ആൾക്കാരായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ, അതായത് പാരൻസ് തന്നെയാണ്, എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ സ്കൂൾ ഒരു സ്പോർട്സ് സ്കൂൾ പോലെയാണ് കേട്ടോ. സ്പോർട്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്കൂളാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇത് മാത്രമേ എന്താ പറയുക, ഒരു സമയം മാത്രമേ പഠിത്തത്തിനുള്ളൊരു, അങ്ങനെയല്ല, സ്പോർട്സിന് കുറച്ച് ഹൈലൈറ്റായിട്ട് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടൈപ്പ് സ്കൂളാണ് കേട്ടോ. അപ്പൊ സ്കൂളിൽ അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലൊരു ബോക്സ് എല്ലാവർക്കും കിട്ടും, ഇങ്ങനെ സാൻഡ്വിച്ച്, ബർഗർ, ഒരു ഫ്രൂട്ടി, അതൊക്കെ ആയിരുന്നു. ஒரு கல்வியாளர், ஒரு எஜுகேஷனலிஸ்ட் ஒரு ஸ்கூல் நடத்துறதுக்கும் நிறைய வித்தியாசங்கள் உண்டு. பல ஸ்கூல்ஸ்ல போய் பேசின ஒரு பேச்சாளர்ங்கிற முறையில சொல்றேன், ஒரு தேர்ந்தெடுத்த പ്രസംഗങ്ങളും കഥകളും ഇങ്ങനെ അച്ചടി തമിഴ് എന്ന് പറയില്ലേ, നമ്മളെന്തെങ്കിലും അച്ചടി ഭാഷയിൽ നമ്മളെ പാഠപുസ്തകത്തിലൊക്കെ പഠിക്കുന്ന പോലുള്ളൊരു തമിഴ് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ള തമിഴൊന്നും കേട്ടാൽ എനിക്ക് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ. പക്ഷെ നമ്മളവിടെ സംസാരിക്കുന്ന തമിഴുണ്ടല്ലോ, അത് പെട്ടെന്ന് എനിക്ക് പറയാനും കിട്ടും. ചോദിക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ ഇങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ആധികാരികമായിട്ടുള്ളൊരു തമിഴ് സംസാരിക്കൂലേ, ഇങ്ങനെ നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയുമല്ലോ, മലയാളത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഭയങ്കര അച്ചടി ഭാഷയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു തമിഴുണ്ടല്ലോ, മലയാളം ഉണ്ടല്ലോ. അതേപോലെ ഈ തമിഴിൽ ഇങ്ങനെ പ്രസംഗിക്കുന്ന സമയത്തൊന്നും ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവും, ചില കാര്യങ്ങൾ ചിലപ്പോൾ ഒന്നും എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ അതിങ്ങനെ നോക്കി അങ്ങനെ ഇരിക്കും. ഇതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ സ്റ്റേജിൽ നിന്ന് കളിക്കുമ്പോൾ അതിൻ്റെ പുറത്ത് നമ്മുടെ ടീച്ചേഴ്സ്, സാറും മിസ്സുമാണ് കേട്ടോ. അത് അവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. ഞാൻ ഒറ്റക്കായിരുന്നു കേട്ടോ, അതുകൊണ്ട് എൻ്റെ മുന്നിൽ തന്നെ ഞാൻ പോയിട്ട് സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാലുള്ള ഒരു സുഖം എന്താണെന്നറിയാമോ, നമ്മൾ ഇഷ്ടത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഇടയ്ക്ക് പോയിട്ട് ഇരിക്കാം. അതിപ്പം മതിയെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറണം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഒരാൾ കൂടി നമ്മളെ കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ, അവരെ സൗകര്യം കൂടി നമ്മൾ നോക്കേണ്ടി വരും. പരിപാടിയൊക്കെ കഴിഞ്ഞു. അതിൽ സെൻറ്ററിൽ നിന്നിട്ട് കളിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു കേട്ടോ എൻ്റെ മോള്. അപ്പം അങ്ങനെ നമ്മൾ സ്കൂളിലെ പരിപാടി ഇങ്ങനെ അവസാനം വരെ നല്ല രീതിയിൽ നല്ല എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവയെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം